അവർ വിശന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അറിവ് കൃത്യമായിട്ട് അവർക്ക് നൽകാൻ കഴിയില്ല. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വരില്ലായിരുന്നു. പലപ്പോഴും ഒരു പുഴയിലായിരിക്കും. അവരെ സോപ്പിട്ട് മെല്ലെ മെല്ലെ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലെ കുഞ്ഞെ റെഡിയായില്ലേ, വേഗം ഇറങ്ങി കേട്ടോ. രാവിലെ ഇവിടെ വരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഒരു 9:45 വന്നിട്ടില്ലെങ്കിൽ ഞാൻ ബൈക്ക് എടുത്ത് മുകളിലേക്ക് പോകും. എന്നിട്ട് അവിടെ ചെല്ലുന്നു, വീടുകളിൽ ചെല്ലുന്നു, അവരെ ഒരുക്കി കൊണ്ടുവരുന്നു. പല ദിവസങ്ങളിലും അവർ കഴിക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ രാവിലെ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഒന്നെങ്കിൽ അവല് അല്ലെങ്കിൽ ഉപ്പുമാവ് ആ സമയത്തിനനുസരിച്ച്. അവർ വിശന്നിരുന്നു കഴിഞ്ഞെങ്കിൽ നമുക്കൊരിക്കലും അറിവ് കൃത്യമായിട്ട് അവർക്ക് നൽകാൻ കഴിയില്ല. പ്രത്യേക സാഹചര്യം അവർക്ക് നമുക്കറിയാം. ചിലപ്പോൾ അവർ 2 ബിസ്ക്കറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിന്നിട്ട് വരും. അവരുടെ വളർച്ചയെ അത് ബാധിക്കും, പഠനത്തെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് രാവിലെ അവർക്കുള്ള ഫുഡിനുള്ള സംവിധാനം നമ്മളിവിടെ അങ്ങനെ ഒരുക്കും. അതിന് ഫണ്ടില്ല. കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്ന് എനിക്ക് രാവിലെ ഭക്ഷണം കൊടുത്തതിന് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തത് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അതിന് മുമ്പുള്ളതില്ല. ഈ വർഷം ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നു. കിട്ടുവാണെങ്കിൽ വാങ്ങും, ഇല്ലെങ്കിൽ നമ്മൾ ഫണ്ട് കിട്ടുമോ നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് നിൽക്കുന്നില്ല. ഉച്ചക്കഞ്ഞിക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നു, മൊത്തം കുട്ടികൾക്ക് അത് കിട്ടുക 800, 850. കഴിഞ്ഞ വർഷം കിട്ടിയത് ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്നു. എനിക്ക് അതുകൊണ്ട് ഒരു എത്തൂല. എനിക്ക് പച്ചക്കറി മാത്രം, ഒരു ചാറുകറി, ഒരു തോരൻ മാത്രം കൊടുത്താൽ പോലും ഒരു 3500 മുകളിൽ എനിക്ക് ചെലവ് വരും. അപ്പോൾ ഞാനത് നോക്കില്ല. കാരണം എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നോക്കാതെ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി മീനോ അല്ലെങ്കിൽ ഇറച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും. അത് അവർക്ക് ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുക ചെയ്യും. കാരണം നമ്മുടെ ലക്ഷ്യം അതുങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചൊരു നന്നായി വരിക എന്നുള്ളത്.